സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു CCTV ഫുട്ടേജ്. അതൊരു 21 വയസ്സുകാരുടെ അസ്വാഭാവികമായ ഒരു പെരുമാറ്റമായിരുന്നു. 2013 USA ട്രിപ്പ് പോയതായിരുന്നു എലീസ ലിയാം എന്ന 21 വയസ്സുകാരി. അവൾ സ്റ്റേ ചെയ്തത് സെസിൽ ഹോട്ടൽ അമേരിക്കയിലായിരുന്നു. ആ ഹോട്ടലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഇങ്ങനെ ദുരൂഹമായ മരണങ്ങളും ഓരോരോ ക്രീപ്പിയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവള് മിസ്സിംഗ് ആവാണ്. പിന്നീട് പോലീസുകാരെ അന്വേഷിച്ച് ഒരു CCTV ഫുട്ടേജ് കണ്ടെത്തുക. പക്ഷെ ആ ഫുട്ടേജിൽ അവൾ എങ്ങനെ അബ്നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ആ ഒരു ഫുട്ടേജ് എന്താണെന്ന് വെച്ചാൽ അവളൊരു ലിഫ്റ്റിൽ കയറുന്ന ഫുട്ടേജ് ആയിരുന്നു. ലിഫ്റ്റിൽ കയറിയതിനു ശേഷം അവൾ ഭയങ്കര പാനിക് ആയിട്ട് ബിഹേവ് ചെയ്യാം. ലിഫ്റ്റിലെ ഓരോരോ ബട്ടൺസ് പ്രസ് ചെയ്യുന്നു, പിന്നെ ഹാളിലേക്ക് പേടിച്ച് നോക്കുന്നു, പിന്നീട് ലിഫ്റ്റിലെ ഒരു കോർണറിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പിന്നീട് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹാൻഡ് മോഷൻസ് ഒക്കെ കാണിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ കൂടുതൽ ഭയപ്പെടുത്തത് ആ എലവേറ്റർ ആയി. കാരണം ഒരാളിപ്പോ എലവേറ്റർ കയറി കഴിഞ്ഞാൽ കൂടിപ്പോ ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ അതടേ. പക്ഷെ ആ വീഡിയോയിൽ മൊത്തം അത് തുറന്നു തന്നെ ഇരിക്കണ്ടായിരുന്നു. പിന്നീട് എലീസയ്ക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ മാത്രം അവർക്ക് പറ്റിയില്ല. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം ആ ഹോട്ടലിലെ വർക്കർ അവിടുത്തെ വെള്ളത്തിന് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. ഈ വെള്ളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 വർക്കേഴ്സ് എന്ന് പരിശോധിക്കുകയാണ്. അവർക്ക് അവിടെ ആ ടാങ്കിൽ കാണാൻ കഴിഞ്ഞത് 2 ആഴ്ച മുന്നേ മിസ്സായ എലീസ ലിയാമിനെ. പോലീസ് അതൊരു സാധാരണ മരണമായി തള്ളി നീക്കിയെങ്കിലും ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അവൾ എങ്ങനെ മരിച്ചു എന്നുള്ളത്.